വളരെ മുൻപ് ഈ ഹരിത കേരള മിഷനിലൊക്കെ പ്രവർത്തനം 5-8 വർഷം മുൻപ് ആരംഭിക്കുമ്പോൾ ചില വേദികളിൽ ഞാൻ പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, സംഭവം. നമ്മുടെ നാട്ടിലെ 2-3 പ്രധാനികൾ, വളരെ പ്രധാനികളാണ്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ സിംഗപ്പൂരിൽ പോയതായിരുന്നു. അപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് റോഡ് സൈഡിൽ അവർ നിൽക്കുകയാണ്, ഒരു ടാക്സി കാത്തിട്ട്. അപ്പോൾ അവരെ നിന്ന കുട്ടികൾ, സ്കൂളിൽ പോകാനുള്ള കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ട്. ആ കുട്ടികളാകെ ഒരു വല്ലാത്ത ഭാവം. ഇവരെ നോക്കുന്നു, താഴെ ഇങ്ങനെ നോക്കുന്നു, അവരെ അടുത്ത് നോക്കുന്നു, വീണ്ടും ഇവരെ നോക്കുന്നു. ഇവർ വലിയ കേവന്മാരാണ്, ബുദ്ധിമാന്മാരാണ്, വലിയ പണ്ഡിതന്മാരാണ്. അപ്പം ഇവർ വിചാരിച്ചു, എന്താണ് ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ നല്ല ഈ കുട്ടികൾ താഴോട്ട് നോക്കിയപ്പോൾ ഇവരെ കയ്യിൽ ആ യാത്രേൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ആ ടിക്കറ്റ് ഇവർ ഈ റോഡ് സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ശീലമല്ലേ അത്? കടലാസ് കഷ്ണം റോഡ് സൈഡിൽ ഇടുന്നതിന് നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. അവരവിടെ ചെന്നപ്പോഴും അത് ഇട്ടതാണ്. ഇത് കണ്ടതാണ് ഈ കുട്ടി വല്ല പെരുമ്പാമ്പിനി മറ്റോ കണ്ട പോലെ താഴെ നോക്കുക, ഇവരെ മുഖത്ത് നോക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതാണ്. നേരെ അതെടുത്ത് അപ്പോൾ ഡസ്റ്റ്ബിൻ അപ്പുറം ഒന്ന് അതിൽ കൊണ്ടുപോയി ഇട്ടു. കുട്ടികളുടെ മുഖത്ത് നല്ല ചിരി വന്നു. ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്കും വരണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് ആ ബോധം വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ അറിയണ്ടേ? നാടിനെക്കുറിച്ച് മനസ്സിലാക്കണ്ടേ? നാട് എങ്ങനെയാവണമെന്നതിനെക്കുറിച്ച് പഠിക്കണ്ടേ? എന്തിനാണ് അത്തരം കാര്യങ്ങളെ എതിർക്കാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, സഹജീവി സ്നേഹം വേണം, നല്ല മനോഭാവം വേണം, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കണം. നമ്മുടെ കേരളത്തിലാണല്ലോ നമ്മൾ ഒരു വീട് സ്വപ്നം കണ്ട് കഴിയുന്ന ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള ലൈഫ് പദ്ധതി ആരംഭിച്ചത്. വിജയകരമായല്ലോ. ഇപ്പോൾ അത് 5 ലക്ഷം വീട്ടിലേക്ക് എത്തില്ലേ? ഏതെങ്കിലും സംസ്ഥാനത്തിന് അങ്ങനെയൊന്ന് അവകാശപ്പെടാൻ പറ്റുമോ? അപ്പം എൻ്റെ നാട് എന്ന നിലക്ക് തന്നെ ആ കുട്ടിക്ക് അഭിമാനബോധം വരൂല്ലേ? കേരളത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ നാടിന് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു.